മിനിങ്ങാന്നാണല്ലേ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം പ്രഖ്യാപിച്ചത്. അന്ന് അഖിൽ പി ധർമ്മജൻ നമ്മളോട് ആ പുരസ്കാര നേട്ടത്തിൻ്റെ സന്തോഷങ്ങൾ ടെലിഫോണിലൂടെ പങ്കുവച്ചതാണ്. ഇന്ന് അഖിൽ നമുക്കൊപ്പം തത്സമയം ശരിയാണ്. അഖിൽ പി ധർമ്മജൻ, സ്വാഗതം. എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി അഖിലിനെ ഞങ്ങൾ അറിയിക്കണം. പക്ഷേ ഒരു ദിവസം പിന്നിട്ട് അഖിൽ നമുക്കൊപ്പം വരുമ്പോൾ ഇതിനിടയിൽ കുറേ സംഭവവികാസങ്ങൾ നടന്നു അല്ലേ അഖിൽ? കുറെ സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ എന്ത് പറയാനാ, എല്ലാം കാണുന്നു. അത്രേ ഉള്ളൂ. അല്ല, ഇതേ ചിരിയോടുകൂടിയാണെന്ന് നമ്മൾ തന്നെയായിരുന്നു ഈ വാർത്ത അവതരിപ്പിച്ചപ്പോൾ. അഖിൽ വളരെ സന്തോഷത്തോടെ ആ ഒരു യാത്ര അത് കിട്ടുമ്പോൾ അഖിലിൻ്റെ കൂട്ടുകാർ പങ്കുവയ്ക്കുന്ന സന്തോഷം കൂട്ടുകാർ കരയുകയായിരുന്നു എന്നാണ് അഖിൽ പറഞ്ഞത്. പക്ഷേ വേറെ ചില കരച്ചിലുകളൊക്കെ പിന്നീട് നമ്മളല്ലാതെ കേട്ടു. ഇത് എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ അതിനൊന്നും ഹനിക്കുന്നില്ല. ഓരോരുത്തർക്ക് വിലയിരുത്താനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരാളൊരു സന്തോഷ കാഴ്ചയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് അതിനെ ഒരു നെഗറ്റിവിറ്റി കൊണ്ട് മൂടണോ എന്നൊരു സംശയമാണ് സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അഖിലിനത് എങ്ങനെയാണ്? സ്വാഭാവികമായിട്ട് ഇപ്പോൾ അഖിൽ എത്ര സന്തോഷത്തോടെ ഞാനത് കാര്യമാക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഒരു സാധാരണ മനുഷ്യന് തോന്നുന്ന, പ്രത്യേകിച്ച് ഒരു എഴുത്തുകാരൻ കുറച്ചും കൂടി ലോല ഹൃദയനായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അല്ലേ? ഇതൊക്കെ കുറച്ചുകൂടി ഇമോഷണലി നമ്മളെ കൊളുത്തും. അപ്പോൾ എങ്ങനെയാണ് അഖിലിന് ശരിക്കും തോന്നിയത്? എങ്ങനെ അതിനെ കടന്ന് മുന്നോട്ട് പോകുന്നു? ഇല്ല, ആദ്യമേ നമുക്ക് എന്ത് നമ്മളെ പറ്റി മോശം പറയുന്ന കേട്ടാലും നമുക്ക് പിന്നെ എനിക്കിപ്പോ ആരെങ്കിലും വഴിയെ പോകുന്നവര് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മള് റെസ്പെക്ട് ചെയ്യുന്ന ചില ആൾക്കാര് പറയുന്നത് കേൾക്കുമ്പോ ഒരു വിഷമം നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളെ ചേർത്ത് നിർത്തും എന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാര് നമ്മളെ പെട്ടെന്ന് ഒരു കിണറ്റിലോട്ട് തള്ളിയിട്ട് അങ്ങനെ ഉണ്ടാവും ആ ഒരു ഇത്. അപ്പോ സീനിയർ റൈറ്റേഴ്സിന്റെ എന്നൊക്കെ അങ്ങനെ ചിലപ്പോ ഉണ്ടാകുമ്പോ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല. അപ്പൊ ഞാനിപ്പോ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ പ്രതികരിക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു മറുപടി പോസ്റ്റ് ഇടുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഞാൻ എന്റെ സമയം കളയുന്നു. ഞാനിപ്പോ എന്റെ ഒരു നല്ലൊരു മൊമെന്റ്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എന്റെ കൂട്ടുകാരെല്ലാരും ആഘോഷിക്കുകയാണ്, എല്ലാരും സന്തോഷത്തിലാണ്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെയും സങ്കടപ്പെടുത്തുന്നുണ്ട്. പക്ഷെ പോലും നമ്മൾ ആ ഒരു സന്തോഷത്തിന്റെ ആ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ഈ നെഗറ്റിവിറ്റി എല്ലാ സൈഡിലോട്ടും മാറ്റി വെച്ചിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഈ സംഭവം വന്ന വഴി കേരളത്തിലെ എഴുത്തുകാർ, അതിൽ യുവ തലമുറ വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ കേരളത്തിലെ എഴുത്തുകാർ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ രണ്ടായതുപോലെയാണ് അല്ലേ? ഒരു ഭാഗം അഖിലിനൊപ്പം ഒരു ഭാഗം ഇതിനോടുള്ള ആ വിമർശനങ്ങളുമായിട്ട്. ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് അത്ഭുതം തോന്നുന്നു. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പറയുക, എഴുത്തുകാർ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുക, മനുഷ്യൻ്റെ വികാരങ്ങളെ കൂടുതൽ മനസ്സിലാക്കുക, നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിഞ്ഞാതെ എഴുതി നമ്മളിലേക്ക് പ്രതിഫലിപ്പിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ മനസ്സ് അത്രത്തോളം ഇങ്ങനെ വിശാലമായി കിടക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. മനുഷ്യൻ സ്വാർത്ഥതയൊക്കെ എല്ലാ മനുഷ്യനുണ്ട്, എത്ര ഉന്നതിയിലെത്തിയാലും ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, അത് മറ്റൊരാൾക്ക് വേദനയാണെങ്കിൽ അത് പ്രകടിപ്പിക്കാതിരിക്കാനുള്ള ഒരു മിതത്വം, ഒരു പക്വത, അതൊക്കെ എഴുത്തുകാരിൽ നിന്ന് കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചു പോകും, സാധാരണ നമ്മളെപ്പോലുള്ള വായനക്കാരും സാധാരണ മനുഷ്യരും. അത് ഇപ്പൊ എന്താന്ന് പറയട്ടെ, ഒരാളുടെ വ്യക്തി ജീവിതവും ഒരാളുടെ പ്രൊഫഷണൽ ലൈഫും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അതാണ് ചിലർ പറയത്തില്ലേ, അടുത്തറിഞ്ഞപ്പോ വിഗ്രഹം കൊടുക്കും, മനസ്സിൽ വിഗ്രഹം കൊടുക്കും എന്നൊക്കെ പറയുന്നത് അങ്ങനെ അനുഭവത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അപ്പോ എല്ലാവർക്കും അതുപോലെ തന്നെ നിൽക്കണമെന്നില്ല. ഞാനപ്പോ പക്ഷെ ഇപ്പൊ പലരിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഓൾവേസ് കീപ് ഇറ്റ് സെപ്പറേറ്റ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിഷമം ഉണ്ടാവും. അപ്പോ അതിപ്പോ എഴുത്തുകാരനില്ല, ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള കൂടെ വരികയല്ല. ഇപ്പൊ ജൂനിയേഴ്സ് ആണെങ്കിലും ഇല്ലെങ്കിൽ കൂടെ ഒപ്പം സഞ്ചരിക്കുന്നവരാണെങ്കിലും അവർക്ക് ഒരു ഇത് അംഗീകാരം കിട്ടുമ്പോൾ അവരെ കൈതട്ടി അഭിനന്ദിക്കുക, അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ എത്രത്തോളം ആഴത്തിൽ ഇത് മുറിപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കുന്നില്ല. പറയാനുള്ളത് അങ്ങ് പറയുകയാണ്. നമ്മുടെയൊക്കെ ചെറിയൊരു ആയുസല്ലേ. അപ്പൊ ഈ ഒരു ആയുസിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും അല്ലെങ്കിൽ ആ ഒരു സമയം വേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല. നേരെ മറിച്ച് നമ്മുടെ എഴുത്തിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റീവായിട്ട് എന്തൊക്കെ ടൈം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നതിന് പകരം മറ്റൊരാളെ കുറ്റം പറയുന്നതുകൊണ്ട് ഈ ലൈഫിൽ ഒന്നും കിട്ടാനില്ല. നമുക്ക് ചിലപ്പോൾ കൂടി ഇപ്പൊ ഒരു 50 വയസ്സ് 60 വയസ്സ് ആയുസുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ആ ഒരു 10 മിനിറ്റ് അതിനുവേണ്ടി പോസ്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിന്റെ റിപ്ലൈ കൊടുത്ത് എത്ര ദിവസങ്ങൾ പോകും? നമ്മുടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നെഗറ്റീവ് എനർജി ഇതൊക്കെ ആവശ്യമുണ്ടോ? അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതുപോലുള്ള നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നത് ഞാൻ മാറി നിൽക്കുന്നു. ഞാനിപ്പോ രാവിലെ ആകുമ്പോ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ലോഡ് ഇങ്ങനെ വരും, അവരിത് പറഞ്ഞു ഇവരിത് പറഞ്ഞു എന്ന് പറയട്ടെ. അപ്പൊ ഞാൻ ഓക്കെ, അവര് പറയട്ടെ, അത് അവരുടെ സ്പേസിൽ എന്ന് പറയുന്നു, അവരുടെ അധികാരം, അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം, അവര് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടത്, അത്രേ ഉള്ളൂ. അങ്ങനെ
അതെ, തീർച്ചയായിട്ടും അഖിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരുടെ എഴുത്തിനും ഓരോ രീതിയിലുണ്ട്. ഓരോ മനുഷ്യരും അത് ഓരോ രീതിയിൽ തന്നെയാണ് ആസ്വദിക്കുകയും ചെയ്യുക. അഖിലിന്റെ എഴുത്ത് അങ്ങനെ ആസ്വദിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അഖിൽ പറഞ്ഞതുപോലെ തന്നെ ആ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട, നമ്മളത് സ്പ്രെഡ് ചെയ്യണില്ല, നമ്മൾ ആ വിവാദങ്ങൾ അവിടെ നിർത്തുന്നു. നമുക്ക് മറ്റ് അഖിലിന്റെ വിശേഷങ്ങളിലേക്ക് നേരിട്ട് വരാം. അപ്പോൾ അഖിൽ നേരത്തെ സൂചിപ്പിച്ചതൊക്കെ സുഹൃത്തുക്കൾ സന്തോഷിച്ചു, ഞാൻ ഒരുപാട് സന്തോഷിച്ചു, സുഹൃത്തുക്കളുടെ കണ്ണ് നിറഞ്ഞു, അങ്ങനെയൊക്കെയായിരുന്നു. അഖിൽ തന്നെ മുൻപ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് എഴുത്തിന്റെ തുടക്കഘട്ടത്തിൽ വലിയ സപ്പോർട്ട് കിട്ടിയിരുന്നില്ല, അച്ഛന് ഇഷ്ടമുണ്ടായിരുന്നില്ല, ചില ഫാമിലി മെമ്പേഴ്സിന് ഇഷ്ടമുണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു അവാർഡ് വരെ എത്തിയപ്പോൾ അച്ഛന്റെ സന്തോഷം എത്രത്തോളം, ഫാമിലി മെമ്പേഴ്സിന്റെ സന്തോഷം എത്രത്തോളം, എഴുത്തോണ്ട് ഗതി പിടിക്കില്ല എന്ന് ചിലർ പറഞ്ഞു എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അവരൊരു മോശം അർത്ഥത്തിലായിരിക്കില്ല, അങ്ങനെ ഒരു പ്രതിസന്ധി നമ്മുടെ പ്രിയപ്പെട്ടവനെ അനുഭവിക്കരുത് എന്ന അർത്ഥത്തിലായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അച്ഛനാണെങ്കിലും അച്ഛന് ഒരുപാട് വിദ്യാഭ്യാസം ഇല്ല ആണ്. അപ്പൊ അച്ഛൻ അന്ന് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അച്ഛന് ലോട്ടറി കച്ചവടം ഇപ്പോഴും ആലപ്പുഴ പാതിരപ്പള്ളി വന്നിട്ടുണ്ടെങ്കിൽ പാതിരപ്പള്ളി ആ ഒരു ജംഗ്ഷന്റെ അപ്പുറം തന്നെ ഒരു തട്ടില് ലോട്ടറി ആയിട്ട് അവിടെ അച്ഛനുണ്ടാവും. ധർമ്മജൻ എവിടാന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ട് അച്ഛൻ എപ്പോഴും. അപ്പൊ അന്ന് ലോട്ടറി എടുക്കാൻ വന്ന എല്ലാവർക്കും അച്ഛൻ ലഡു വാങ്ങി വിതരണം ചെയ്തു. എന്നിട്ട് അതും പോരാത്തിന് റോഡേ പോകുന്നവർക്കൊക്കെ വിതരണം ചെയ്യും. അപ്പൊ എല്ലാവരും ചോദിച്ചു, എന്ത് പറ്റി, മകൻ എന്തോ പഠിക്കുവാണോ, അല്ല എക്സാം പാസ്സായോ? അപ്പൊ അച്ഛൻ പറയാം, അല്ലല്ല അവന് അവാർഡ് കിട്ടി. അപ്പൊ അത്രയും സന്തോഷമാണ്. അന്ന് 100-ന് മുകളിൽ ലഡു വാങ്ങി അവിടുത്തെ അടുക്കയിൽ തന്നെ ഒരു ബേക്കറി തുടങ്ങിയിട്ടുണ്ട്. അത് ഫുള്ള് കാലിയാക്കി അടുത്ത ബേക്കറി പോയി ലഡു വാങ്ങി അവർക്കും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. കുടുംബക്കാരാണെങ്കിലും അങ്ങനെ തന്നെ എല്ലാവരും കൺഗ്രാറ്റ്സ് അറിയിക്കുന്നു. പക്ഷെ അച്ഛന് പണ്ട് എതിർത്തെന്ന് പറയുന്നത് അച്ഛന് ഇതുപോലെ കൂലിപ്പണിയാണ്. അപ്പൊ അച്ഛന് വിചാരിച്ചു, ഞാനും ഇങ്ങനെ പഠിക്കാതെ ഇങ്ങനെ ഇതിന്റെ പുറകെ നടന്നിട്ട് ഞാനും ഇങ്ങനെ എന്തെങ്കിലും ആയി പോകുമോ, അല്ലെങ്കിൽ ഇവൻ എവിടെയെങ്കിലും എത്തിച്ചേരാൻ പറ്റില്ലെങ്കിൽ ഇവൻ ആപ്പാട് തകർന്നടിഞ്ഞ് പോകുമോ എന്നുള്ളൊരു കരുതലാണ്. പിന്നീട് അച്ഛൻ ആ ഒരു ഫസ്റ്റ് ബുക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ തൊട്ട് അച്ഛൻ ഭയങ്കര കട്ട സപ്പോർട്ടാണ്. ഞാനിപ്പോ നാട്ടിലില്ലെങ്കിൽ പോലും ഫ്ലിപ്കാർട്ടിലൊക്കെ ബുക്ക് സെല്ലിംഗ് ഉണ്ടായിരുന്നു. അച്ഛനാണ് പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി കൊടുക്കുന്നത്. പൂർണ്ണ പിന്തുണയാണ് ഇപ്പൊ. അല്ല അഖില, അത് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലൊരു നിറയുന്ന സന്തോഷം. കാരണം ഇപ്പോൾ പരീക്ഷ പാസ്സാവുന്നു, സിവിൽ സർവീസ് പാസ്സാവുന്നു അല്ലേ, അങ്ങനെയൊക്കെ എഞ്ചിനീയറിംഗ് റാങ്ക് കിട്ടുന്നു. അപ്പോൾ അതിൽ അച്ഛനമാർ ലഡു ഒക്കെ വിതരണം ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഒരു എഴുത്തുകാരൻ ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം നമ്മുടെ പെട്ടെന്ന് ഓർമ്മയിലും ശ്രദ്ധയിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷേ ഇങ്ങനെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത് മാറിയ കാലത്തിൻ്റെ കൂടി പ്രത്യേകതയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സുഖമുള്ളതാണ്. അപ്പോൾ അച്ഛനോട് നമ്മുടെ ഒരുപാട് സ്നേഹം അറിയിക്കുക അല്ലേ, അച്ഛൻ നൽകുന്ന ആ കരുതലിന് നമ്മളോടുള്ള സ്നേഹം അറിയിക്കുക. പിന്നെ നമ്മളിപ്പോൾ വായനാവാരം, മാതൃഭൂമിയും വായനാവാരം സംഘടിപ്പിക്കുകയാണ്. നമ്മൾ ഒരുപാട് കുട്ടികൾ ഒക്കെ വായിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ക്ലിപ്പിംഗ്സ് ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനിടയിലാണ് അഖിൽ വരുന്നത്. വായനയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞു. അത് അഖിലിനെ സംബന്ധിച്ച് എന്നും ഒരു നേട്ടമാണ്. അഖിൽ എന്തൊക്കെ പറഞ്ഞാലും 3.5 ലക്ഷം ഒരു പുസ്തകം വിറ്റുപോവുക ഇന്നത്തെ പുതിയ കാലത്ത്. വായിക്കണോ എന്ന് നമ്മൾ പലപ്പോഴും ഒരു പുസ്തകം എടുത്താൽ 2 പേജ് കഴിയുമ്പോഴേക്കും എന്ന് പറഞ്ഞ് അടയ്ക്കുന്ന ആളുകൾ, എന്നിട്ട് ഫോണിൽ തോണ്ടാൻ തുടങ്ങുന്ന ആളുകൾ, നമ്മളടക്കം എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ആളുകളെ ആ ഫോൺ തോണ്ടലിലേക്ക് പോകാതെ ഒരു പേജ് അടുത്ത പേജ്. ഇപ്പം ഞാൻ പറയാം, എൻ്റെ വൈഫിൻ്റെ അമ്മ പറഞ്ഞത്, അത് നല്ല രസമാണല്ലോ, എന്താണ് ആ പയ്യന് അവാർഡ് കിട്ടിയതിൽ കുഴപ്പം, നല്ല രസമായിട്ട് സിനിമ കാണുന്ന പോലെയാണല്ലോ ഞാൻ വായിച്ചിരുന്നത്, അതൊക്കെ വെറുതെ ആളുകൾ പറയുന്നത്, നല്ല കിട്ടുമ്പോൾ അതിനെ സന്തോഷിപ്പിക്കുകയല്ലേ വേണ്ടതെന്നാണ് എൻ്റെ പേഴ്സണൽ അനുഭവം കേട്ടോ. ഞാൻ ഇന്നലെ കേട്ട പ്രതികരണം നേരിട്ട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് തോന്നുന്നു, അത് പ്രായവ്യത്യാസമില്ലാതെ തോന്നിപ്പിക്കാൻ ഒരു എഴുത്തുകാരന് പറ്റുക, അതെപ്പോഴും ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിൽ ഞങ്ങളടക്കം, എനിക്കടക്കം ഇപ്പോൾ ആദ്യം അഖിലിനെ മാതൃഭൂമി ന്യൂസിലൂടെ വർഷങ്ങൾക്ക് മുൻപ് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു പ്രൗഡ് പോലും എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ. അതെ അതെ, തീർച്ചയായിട്ടും എനിക്കും ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു മാതൃഭൂമിയോട്, എന്റെ ആദ്യമായിട്ടൊരു പ്രിന്റ് ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എങ്ങനെയാന്ന് പറയട്ടെ, എന്നെ ജിമിന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നെ വിളിച്ചിട്ട് റിപ്പോർട്ട് എടുത്തത്. അപ്പോൾ പത്രത്തിലാണ് ആദ്യമേ മാതൃഭൂമിയിൽ വരുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ റിപ്പോർട്ട് എടുത്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഞാൻ രാവിലെ 5 മണിയായപ്പോൾ എഴുന്നേറ്റിട്ട് ഞാൻ ഇങ്ങനെ പത്രം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഒരു ഇതിന്റെ അകത്തില്ലെങ്കിൽ നാണക്കേട്, അതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ പത്രം ഒരു 5:30 ടൈമൊക്കെ ആയപ്പോ പത്രം വന്നു ഈ സാധനമായിട്ട്. അപ്പൊ ഏട്ടനും ഏട്ടത്തേക്ക് അടുത്ത റൂമിൽ കിടന്ന് ഉറങ്ങുക, ഞാൻ ചെന്ന് ഡോറെ കിടന്ന് അടിക്കുക. അപ്പൊ ഇവര് വിചാരിച്ചു എന്തൊരു എമർജൻസിയാ. അപ്പൊ ഞാൻ ഇതുകൊണ്ട് കാണിക്കും, ഇതേ നോക്കി മാതൃഭൂമി പത്രത്തിൽ എന്റെ ഫോട്ടോ വന്നു പറഞ്ഞിട്ട് കാണിച്ചു. ആ ഒരു മൊമെന്റും ആ ഒരു എക്സൈറ്റ്മെന്റും ഇപ്പോഴും എന്റെ മനസ്സിൽ ആ ഒരു ഇത് 2014 സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിൽ മാസത്തിലാണിത്. അപ്പൊ ഇത് കണ്ട ആ ഒരു മൊമെന്റും ഇപ്പൊ ഞാനിപ്പോ മാതൃഭൂമിയിൽ ഗസ്റ്റായിട്ട് ഒരു അവാർഡ് കിട്ടിയ വന്നതും തമ്മിലുള്ള ഒരു 10-11 വർഷത്തെ ആ ഒരു ഗ്യാപ്പില് എല്ലാവർക്കും, കേരളത്തിലുള്ള എന്നെ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം എന്തൊക്കെ ഇതാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയത്. പെട്ടെന്ന് ഒരു ചാടിക്കയറ്റമൊന്നുമില്ല. പലരും വിചാരിക്കും റാംകി ഖാനിന്റെ ഫസ്റ്റ് ബുക്കാണ് ഇതെന്നൊക്കെ. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള ഒരു 10-15 വർഷത്തെ കഷ്ടപ്പാടാണ്
ഇപ്പൊ ഒരു റിസൾട്ടായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ അറ്റാക്ക് ചെയ്യുന്നവർ അതുകൂടെ ഒന്ന് വിചാരിക്കുക. സ്പോട്ട് ഒരുപാട് എടുത്ത് അതിന്റെ കയ്യിലും ഞാൻ പലപ്പോഴും കാണിക്കുന്നത് ആ റൈറ്റോ എന്നൊക്കെ പറഞ്ഞ് ടാറ്റു ചെയ്തിരിക്കുന്നത് അത്രയ്ക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. ആ ഓരോ സൂചി കയറുമ്പോഴും എനിക്ക് അത്രയും വേദന എടുത്താലും എനിക്ക് ആവണം എന്നുള്ള ഒരു ഇതായിരുന്നു. എപ്പോ ഞാൻ പിന്നോട്ട് തിരിയുമ്പോഴും ഞാൻ എന്റെ കയ്യിലേക്ക് ഒന്ന് നോക്കും. ഷർട്ട് പണ്ടൊന്നും ഹാഫ് കൈ ഷർട്ട് എടുത്തില്ല, യൂണിഫോം ആണെങ്കിൽ ഫുൾ കൈ ഇടും. എന്താന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൊക്കെ കളിയാക്കി വരുന്നുണ്ട്, എന്തുവാണ് ഈ ടാറ്റു ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞിട്ട്, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇല്ല, ഞാൻ എന്തെങ്കിലും ഒരു റൈറ്റർ ആവും, അന്ന് നിങ്ങളത് കാണും എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കൈ തെറുത്ത് കയറ്റി നടക്കാനുള്ള ഒരു ധൈര്യമുണ്ട്. ആരെങ്കിലും ചോദിച്ചു ഇതെന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും അമ്മ റൈറ്റർ, അതുകൊണ്ട് ഞാൻ ടാറ്റു ചെയ്തതെന്ന് പറയും. ശരി, അപ്പൊ എന്തായാലും ആ ഒരു യാത്ര എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത് വിമർശിക്കുന്നവർ കൂടി ഒന്ന് കാണണമെന്നുള്ളത് തന്നെയാണ്. അഖിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ജീവിതമൊക്കെ വളരെ ചെറുതാണ്. 50-60 വർഷം വരെയൊക്കെ ജീവിച്ചിരുന്നാൽ തന്നെ ഭാഗ്യം. അതിനിടയിലാണ് ഈ 10 വർഷത്തിനിടയിൽ ഒരു വാർത്തയ്ക്ക് വേണ്ടി കാത്തിരുന്ന അഖിലിൽ നിന്ന് ഒരു പുരസ്കാര ജേതാവായി വീണ്ടും തത്സമയം മാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെ ഒക്കെ വരാൻ അത് ആ കുറഞ്ഞ കാലത്ത് നമ്മൾ നേടുന്ന വലിയ വലിയ വിജയങ്ങളാണ്. അപ്പോൾ അതിനെ പരമാവധി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം അല്ലേ? ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മളും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ അങ്ങ് ആസ്വദിച്ചേക്കണം അതിന്റെ അറ്റം വരെ അല്ലേ അഖിലേ? അതെ, തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ വരെ സന്തോഷിക്കുന്ന ഒരാളാണ്. എന്റെ ഇപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള എവിടെയെങ്കിലും ഒരു കുഞ്ഞ് ചാനലിൽ പോലും ഇന്റർവ്യൂ വന്നാലും ഞാൻ എന്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, ഒരു ഇന്റർവ്യൂ വന്നു, അല്ലാതെ എന്തെങ്കിലും വലിയ ഇതിൽ വരും അങ്ങനൊന്നും ഇല്ല. ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ഇതപ്പ ഈ ഒരു കുഞ്ഞു ഇന്റർവ്യൂവിൽ സന്തോഷിക്കുന്ന ഞാനാണെങ്കിൽ ഈ ഒരു അവാർഡ് കിട്ടുമ്പോൾ എന്തോ ഒരു സന്തോഷമായിരിക്കും. ഇങ്ങനെ ഞാൻ ഓർത്ത് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് വിചാരിച്ച് നെഞ്ചിങ്ങനെ കിടന്ന് ഇരിക്കുമായിരുന്നു, അത്രയ്ക്ക് ഇതായിരുന്നു. അപ്പൊ ആ സന്തോഷത്തിന് ആരും തല്ലിക്കെടുത്താനായിട്ട് ദയവ് ചെയ്ത് വരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം, എന്നല്ല ഒരിത് അപേക്ഷ. അത്രേ ഉള്ളൂ. ഒരു കവചം തീർത്ത് കളയാം. ഈ തല്ലിക്കെടുത്താൻ വരുന്നവരെയൊക്കെ പ്രതിരോധിക്കാൻ ഒരു കവചം തീർത്ത് കളയാം. അത് സ്നേഹത്തിന്റെ കവചമാട്ടെ. അപ്പൊ അഖിലേ വളരെ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ റാം കെയർ ഓഫ് ആനന്ദി വായിച്ച എല്ലാവരുടെയും ആഗ്രഹം ഒന്ന് ബിഗ് സ്ക്രീനിൽ കാണണം എന്നുള്ളതാണ്. അപ്പോൾ 2023 പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്ന് അത് പെട്ടെന്ന് കാണാൻ പറ്റുമോ? നമ്മൾ അതിനുള്ള വെയിറ്റിംഗിലാണ്. ഇത്തിരി കൂടെ സമയം എടുക്കും, അതുകൊണ്ട് അതൊരു നല്ലൊരു സിനിമയായിട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പരിശ്രമമാണ്. അപ്പൊ എന്തായാലും ഒരു വൈകാതെ തന്നെ അതിന്റെ അനൗൺസ്മെന്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും, പേടിക്കണ്ട. അല്ലെ, അങ്ങനെ ഹിമയ്ക്ക് അതിലെ കഥാപാത്രങ്ങൾ ആരെങ്കിലും സജസ്റ്റ് ചെയ്യണ്ടോ? ഇന്ന ആളുകൾ ചെയ്താൽ അതെ, നമ്മളെപ്പോഴും കമന്റ് നോക്കുമ്പോൾ ഇങ്ങനെ കാണും റാമാരാവണം, മല്യാരാവണം, ആനന്ദിയാരാവണം ഒക്കെ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ ഓരോ കമന്റിലും എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ അഖിലിന് തന്നെ അത്തരം സജഷൻസ് ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ പ്രണവ് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം പറയുന്നവരുണ്ട്, സൈപ്പല്ലവിയായി എത്തണം എന്നുള്ള ആഗ്രഹം പറയുന്നവരുണ്ട്. അത് അഖിൽ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞും കേട്ടിട്ടുണ്ടായിരുന്നു, ഇത് തന്നെയാണ് എന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന്. അങ്ങനെയൊക്കെ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനും ഹോപ്പ്ഫുള്ളി നല്ലൊരു ആർട്ടിസ്റ്റ് വന്നിട്ട് അത് നന്നായിട്ട് റാമിനെ ആനന്ദിനെയൊക്കെ ഫുൾഫിൽ ചെയ്യണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ബുക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അതിന് മേളിൽ തിയേറ്ററിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് ഹോപ്പ്ഫുള്ളി പ്രതീക്ഷിക്കുന്നത്. ശരി, അപ്പൊ ചിരി ഞാൻ ഒരു നന്ദി കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്നവര് ആരെങ്കിലും ഒക്കെ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിലും എന്റെ ഏതെങ്കിലും ബുക്കുകൾ വായിച്ചിട്ടുണ്ട്, എന്നെ ഒരു മിനിറ്റെങ്കിലും എന്നെ വായിക്കാനായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നന്ദി. ഈ അവാർഡ് എല്ലാം എന്നെ സ്നേഹിക്കുന്നവർക്ക്, എന്റെ ബുക്ക് വായിച്ചിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. സ്പെഷ്യലി മാതൃഭൂമി കുടുംബത്തിന് എന്നെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ ഇപ്പോഴും കൊണ്ടുപോകുന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. നമുക്ക് ഒരുപാട് സന്തോഷം അഖിലേ. ഈ ചിരി, സന്തോഷത്തിന്റെ ചിരി, അത് എപ്പോഴും ഉണ്ടാകട്ടെ. മനുഷ്യനാണ്, നമ്മൾ പല പ്രതിസന്ധികളെയൊക്കെ നേരിടും. എപ്പോഴും നമ്മൾ ചിരിക്കുന്നവരെ എല്ലാവരുടെയും ലക്ഷ്യം നമ്മുടെ നന്മയാകണമെന്നില്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ ചിരികൾ പലതുണ്ടാവും, അതിൽ ആത്മാർത്ഥമായ ചിരികൾ നമ്മളിലേക്ക് കൂടുതൽ വരട്ടെ. പിന്നെ കൂരമ്പുകൾ അയക്കാൻ ശ്രമിക്കുന്നവർ അയക്കട്ടെ, നമുക്കതിനെ സ്നേഹത്തോടെ അവിടെ നിൽക്കൂ, എൻ്റെ ഹൃദയത്തിലേക്ക് കൊള്ളാതെ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്താം. അപ്പോൾ എല്ലാവിധ മംഗളങ്ങളും എഴുത്തിൻ്റെ വഴി അങ്ങ് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. അത് അഭ്രപാളിയിലേക്ക് കൂടുതൽ അല്ലേ പകർത്താനും കൂടി അഖിലിന് കഴിയട്ടെ. വളരെ സന്തോഷം അഖിൽ. താങ്ക് യു സോ മച്ച്.